റൂറൽ പരിധിയിൽ ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാകുന്നു. സമീപകാലത്തായി 300 കോടി രൂപയാണ് തട്ടിപ്പ് സംഘം കവർന്നെടുത്തത്. പണം നഷ്ടമായവരിൽ ഭൂരിഭാഗവും ഉയർന്ന വിദ്യാഭ്യാസവും നല്ല ജോലിയുമുള്ള ആളുകളാണ്. തട്ടിപ്പിനിരയാകാതെ ഓൺലൈൻ മേഖലയിൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലക്ഷങ്ങളുടെ ലാഭം വാഗ്ദാനം ചെയ്തുള്ള ഓൺലൈൻ ട്രേഡിംഗും നിക്ഷേപവുമാണ് തട്ടിപ്പുകാരുടെ പ്രധാന ആയുധം. ഇതിലൂടെ 2 കോടിയോളം രൂപയാണ് തട്ടിപ്പ് സംഘത്തിന് ലഭിച്ചത്. വ്യാജ അന്വേഷണ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തിയും ഇവർ പണം ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ 1,15 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. പണം നഷ്ടമായവരിൽ ഏറെയും ഉയർന്ന വിദ്യാഭ്യാസവും മികച്ച ജോലിയുമുള്ള ആളുകൾ. അവർ പറയും ഇത് നിങ്ങൾക്കെതിരെ ഒരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്യാനുണ്ടോ, നിങ്ങൾക്ക് ഡെലിവറിക്ക് വേണ്ടി ഒരു കൊറിയർ സാമ്പിളിൽ നമുക്ക് കുറച്ച് നാർക്കോട്ടിക് സബ്സ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല കൂടാതെ ഇത് പ്രത്യേകിച്ചും ചിലപ്പോൾ കുറച്ച് ഇൻകം ടാക്സ് ഓഫീസർ പോലെ ഇംപെർസോനേറ്റ് ചെയ്തിട്ട് ഈ ടാക്സ് ഫ്രോഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. പിന്നെ ഒരു പോർണോഗ്രാഫിക് വെബ്സൈറ്റ്സും ഈ വിക്ടിംക്ക് കുറിച്ച് പറയാം. നിങ്ങൾ കുറച്ച് പോർണോഗ്രാഫിക് വെബ്സൈറ്റ്സ് കണ്ടിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഇത് വിക്ടിം ഓൾ ഓഫ് എ സഡൻ ഈ കംസ് അണ്ടർ എ സ്റ്റേറ്റ് ഓഫ് ഷോക്ക്. സോ ആ സമയത്ത് ആ സ്റ്റേറ്റ് ഓഫ് മെൻ്റൽ സ്റ്റേറ്റിൻ്റെ ഇതേക്കുറിച്ച് മിസ്യൂസ് ചെയ്തിട്ട് കുറേ ക്യാഷ് വാങ്ങുന്നുണ്ടോ ഈ പ്രതികന്മാർ. മുംബൈ കൊളാബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രകാരം സുപ്രീം കോടതി വാറണ്ട് ചൂണ്ടിക്കാണിച്ചാണ് ആലുവ സ്വദേശിയായ സീനിയർ സിറ്റിസണിൽ നിന്ന് തട്ടിപ്പു സംഘം 1,15 ലക്ഷം രൂപ കവർന്നത്. വാട്സപ്പ് കോളിലൂടെ ഉന്നത ഉദ്യോഗസ്ഥന്റെ യൂണിഫോം ധരിച്ച തട്ടിപ്പു സംഘം ചാറ്റ് ചെയ്താണ് പണം തരപ്പെടുത്തിയത്. കറക്റ്റ് ഷെയർസ് അല്ല, ഡമ്മി ഷെയർസിൽ ഡമ്മി IPOസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ കണക്ക് നോക്കുമ്പോൾ ഫിഗർ നോക്കുമ്പോൾ ഈ വിക്ടിംസ്ക്ക് കുറിച്ച് വളരെയധികം പ്രോഫിറ്റ് അവിടെ കാണാൻ പറ്റും. പക്ഷേ അത് ശരിക്കും അത് പ്രോഫിറ്റ് അല്ല. ഈ എല്ലാ ഹാർഡ് ആൻഡ് മണി ഈ വിക്ടിംസിനും ഇത് ഈ ആപ്പ് വരിനും ഈ എല്ലാ ഫ്രോഡ് വരിനും പോകുന്നുണ്ട്. ഓൺലൈൻ ട്രേഡിലൂടെ കാലടി സ്വദേശിക്ക് നഷ്ടമായത് 50 ലക്ഷമാണ്. അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യൻ പ്രൊമോട്ടറാണെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ആൾ വഴി ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും മുമ്പ് ഒരു ഓത്തറൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനാൻഷ്യൽ അഡ്വൈസർ, SEBI രജിസ്റ്റേർഡ് ഫൈനാൻഷ്യൽ അഡ്വൈസറിനും ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ആലുവ സ്വദേശിനിക്ക് 45 ലക്ഷവും കോതമംഗലം സ്വദേശിനിക്ക് 33 ലക്ഷവും ആലുവയിൽ തന്നെ മറ്റൊരാൾക്ക് 22 ലക്ഷവുമാണ് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ നഷ്ടപ്പെട്ടത്. ഒരു ഫ്രോഡിൻ്റെ വിക്ടിം ആണെങ്കിൽ ഉടൻ തന്നെ 1930 കോൾ ചെയ്യണം. cybercrime.gov.in ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ ഈ എല്ലാ പരാതി ഉടൻ തന്നെ വിശദമായ എടുത്തിട്ട് ഈ ഇൻഫോം ചെയ്യണം. ഉടൻ തന്നെ ഹെൽപ്പ് കിട്ടും, ഉടൻ തന്നെ റിലീഫ് കിട്ടും. ഈ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പിന്നെ നിങ്ങൾ ഈ പൈസ ട്രാൻസ്ഫർ കൈമാറി ചെയ്തിട്ടുള്ള ആളിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉടൻ തന്നെ ഫ്രീസ് ആവും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന് പിന്നെ കൂടുതൽ ക്യാഷ് പോകില്ല. വലിയ തുകകൾ സ്വപ്നം കണ്ട നിരവധി പേരാണ് ദിനംപ്രതി ഇവരുടെ കെണിയിലാകുന്നത്. വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് സംഘങ്ങൾ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തുന്നത്. പണം കൈക്കലാക്കിയ ശേഷം തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ മുങ്ങുകയും ചെയ്യും. ഇത്തരം തട്ടിപ്പിൽ വീഴാതെ സ്വയം ജാഗ്രത കൂടി പാലിക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.